എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭദ്രകാളി അമ്മയുടെ ഭദ്രകാളി പത്ത് എന്ന ശ്ലോകത്തെക്കുറിച്ച് പറയുവാനാണ്. ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി. ശരണം ഗമിക്കോർക്കെല്ലാം രോഗശമനം, ദാരിദ്ര്യ ദുഃഖശമനം, മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന സാന്നിധ്യമാണ് ഭദ്രകാളി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 8 തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളി ഉപാസകർ ദേവിയെ കാണുന്നു. ഘോരരൂപിണിയായി തോന്നുമെങ്കിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മാതൃവാത്സല്യം ഭക്തർക്ക് അനുഭവേദ്യമാക്കി തരുന്നവളാണ് കാളി. പ്രത്യേക കാരണങ്ങളില്ലാതെ മനസ്സിൽ ഭയം നിറയുക, തുടർച്ചയായ രോഗദുരിതം പിന്തുടരുക, ന്യായമായ ആർജിതധനം ചോർന്നു പോകുക, കുടുംബകലഹം, കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന കുടുംബത്തിലെ സ്വസ്ഥത നശിക്കുക തുടങ്ങി ഒട്ടനവധി സന്ദർഭങ്ങളിൽ ജപിക്കാവുന്ന സഹായക സ്തോത്രമാണ് ഭദ്രകാളി 10 ശ്ലോകങ്ങൾ ഉള്ള കാളി സ്തോത്രമാണിത്. വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം. വീട്ടിൽ ദേഹശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് കത്തിച്ച് വെച്ച് സ്വസ്ഥമായിരുന്ന് ജപിക്കുക. കാളിയുടെ കയ്യിൽ ധാരികൻ എന്ന അസുരൻ്റെ ശിരസ് ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ, തല വെട്ടുന്നവൾ തന്നെയാണ് അമ്മ. കാമക്രോധാദികളായ 6 ശത്രുക്കളും അഹങ്കാരത്തിൻ്റെ പുത്രന്മാരാണ്. ഈ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് തല. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തെ അമ്മ വെറ്റിമാറ്റുന്നു എന്നതിൻ്റെ പ്രതീകം തന്നെയാണ് ദാരികൻ്റെ തല. എന്താണ് ദാരികൻ്റെ തലയുടെ പ്രത്യേകത എന്നറിയാമോ? ദാരികൻ്റെ ഒരു വരമുണ്ട്. അവൻ്റെ ഒരു തുള്ളി രക്തം നിലത്തു വീണാൽ അതിൽ നിന്നും 1000 ദാരികന്മാർ ജനിക്കും എന്നത്. ഇവിടെയാണ് മഹാകാളിയുടെ യോഗരഹസ്യം. വെട്ടിയെടുത്ത ദാരിക ശിരസിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തവും ദേവി കുടിക്കുകയാണ്. തല അഹങ്കാരത്തിൻ്റെ പ്രതീകമെങ്കിൽ രക്തം വാസനയുടെ പ്രതീകമാണ്. ആ സ്വഭാവം അവൻ്റെ രക്തത്തിൽ കലർന്നതാണെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? വാസനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ യോഗിയായാലും ഒരു വാസനയെങ്കിലും അപേക്ഷിച്ചാൽ അതിൽ നിന്നും 1000 വാസനകൾ ജന്മമെടുക്കും. ഒരു വാസന പോലും അപേക്ഷിക്കാതെ വിധത്തിൽ വാസകൻ്റെ എല്ലാ വാസനകളെയും ദേവി ശംശീകരിക്കുന്നു. ഇതാണ് ദേവി രക്തം പാനം ചെയ്യുന്നതിനുള്ള പിന്നിരസ്തം. കാളി ഉപാസന ഒരു പുണ്യമാണ്. മുജ്ജന്മ സുഹൃതവും യോഗവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉപാസനാ മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ. ഉപാസനയെന്നാൽ മന്ത്രദീക്ഷയുടെ കാവ്യവസ്ത്രവും ജപമാലയും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിത്യേന നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപാസനയാണ്. കാളിയെ ഭക്തിയോടെ ധ്യാനിക്കുന്നതും പോലും ഉപാസനയുടെ ഭാവതലങ്ങളിൽ ഉൾപ്പെടുന്നാവുന്നതാണ്. എത്ര കടുത്ത ആപത്തും ഭയവും ദുരിതവും അനുഭവപ്പെടുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ് ഭദ്രകാളി 10. കഠിനമായ രോഗം, ദാരിദ്ര്യം, മൃത്യുഭയം തുടങ്ങിയ ദോഷം അനുഭവപ്പെടുന്നവർക്ക് രക്ഷ നൽകുന്ന കാളി സ്തോത്രമാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 10 ശ്ലോകങ്ങൾ ചേർന്നതാണ് ഭദ്രകാളി 10. പതിവായി ജപിച്ചാലുള്ള ഗുണഫലങ്ങൾ വളരെ വലുതായിരിക്കും. വീട്ടിൽ വച്ച് ജപിക്കുന്നവർ കുളിച്ച് ദേഹശുദ്ധി വരുത്തി നെയ്വിളക്കോ എണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ച ശേഷം ജപിക്കാവുന്നതാണ്. കിഴക്കോ വടക്കോ ദർശനമായിരുന്ന് ജപിക്കുക. കാളി ക്ഷേത്ര നടയിൽ നിന്നും ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, ഗുണപ്രദവുമായി പറയപ്പെടുന്നു. ഇനി ഭദ്രകാളി അമ്മയുടെ ഭദ്രകാളി 10 ശ്ലോകം നമുക്ക് കണ്ടേ കാളി മഹാകാളിയും കാളനീരതവർണിനീം കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേം ദാരുകാതി മഹാദുഷ്ടേ ദാനവൗഗ്നനിഷൂദനേ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനേ ചാമുണ്ടേ ചണ്ഡമുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ മഹേശ്വരപ്രഭേ ദേവീ മഹാത്രിപുരസുന്ദരീ മഹാവീരേ മഹേശ്വേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ
സർവവ്യാധിപ്രശമനീ സർവമൃത്യുനിവാരിണീ സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യപുണ്യാഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭാഗരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരാപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചോസംഖ്യോപചാരിണി പഞ്ചാശൽപിരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. കന്മഷാരണ്യവഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാധിപന്ധ്യേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ശ്രീ ഭദ്രകാളിയേ നമഃ. ഭദ്രകാളിപ്പത്തു ഭക്ത്യാ ഭദ്രാലയേ ജപേച്ഛവം ഉതോർക്കും സവിക്കോർക്കും പ്രാപ്തമാം സർവമംഗളം.